നമ്മുടെ സമൂഹം പുണ്യം പ്രതീക്ഷിച്ച് ഏറെ ഭക്തി ആദരവോടുകൂടെ ഭക്തി ബഹുമാനത്തോടുകൂടെയൊക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗദ്യപദ്യ സമാഹാരങ്ങളാണ് മാലകളും മൗലിദുകളുമൊക്കെ. സാധാരണക്കാരായ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ മാലകളും മൗലിദുകളുമൊക്കെ 100% സത്യസമ്പൂർണമാണ്. അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് മഹാത്മാക്കളുടെ മദ്ഹുകളാണ് എന്നൊക്കെ വിചാരിച്ച് അതിനു വലിയ പുണ്യം പ്രതീക്ഷിച്ച് മുസ്ലിയാക്കന്മാരെ വിളിച്ച് അത് ചൊല്ലിപ്പിച്ച് അതിനുവേണ്ടി കാശ് ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല, ഹജ്ജിനൊക്കെ വരുന്ന ഉംറക്കൊക്കെ വരുന്ന ആളുകൾ ഈ മാലകളുടെയും മൗലിദുകളുടെയും ഒക്കെ ഏടുകൾ കീശയിലിട്ട് കൊണ്ടുവന്ന് ഹറമുകളിൽ ഇരുന്ന് ദിക്റ് ചൊല്ലുന്ന സമയത്ത് പോലും അതൊക്കെ ബഹുമാനവും ആദരവും കൽപ്പിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായൊരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സത്യത്തിൽ ഈ മാലകളുടെയും മൗലിദുകളുടെയും ഒക്കെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഞെട്ടിപ്പിക്കുന്ന പലതും നമുക്കവിടെ കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മളൊക്കെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ട തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന തൗഹീദിനെ തകർത്ത് കളയുന്ന ആശയങ്ങൾ ഈ മാലകളിലും മൗലിദുകളിലുമൊക്കെയുണ്ട്. അതുമാത്രമല്ല, പല ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ഈ മാലകളിലും മൗലിദുകളിലുമുണ്ട്. ചരിത്രപരമായ മണ്ടത്തരങ്ങളുമുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ചരിത്രപരമായ വസ്തുതകൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ പോലും ഈ മൗലിദ് കിതാബുകളിൽ മണ്ടത്തരങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഇന്നൊരു ഉദാഹരണം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ കേട്ടു പരിചയമുള്ള ഒരു മൗലിദാണ് ജഅല മുഹമ്മദ് മൗലിദ് എന്ന് പറയുന്ന മൗലിദ്. ആ മൗലിദ് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് ഇന്ന് ഞാനിവിടെ ചർച്ചക്കായി എടുക്കുന്നത്. എന്തിനാണിത് ചർച്ചക്കെടുക്കുന്നത്? ഇതൊക്കെ വലിയ സംഭവമാണ്, വലിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വലിയ പുണ്യം കിട്ടുന്ന സംഭവങ്ങളാണ് എന്നൊക്കെ വിചാരിച്ച് ചൊല്ലിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിഷ്പക്ഷമതികളായ കാര്യം മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്ന ഈ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് തങ്ങളുടെ ബുദ്ധിയെ പണയം വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു കാണിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവമാണല്ലോ, അല്ലെങ്കിൽ യുദ്ധമാണല്ലോ ബദർ യുദ്ധം. എത്ര ആളുകളാണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ബദറിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ ഏതൊരു മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും അറിയാം, 300 ചില്ലാനും മുസ്ലിമീങ്ങളും കാഫിറുകളുടെ ഭാഗത്ത് നിന്ന് 1000 കാഫിറുകളും പങ്കെടുത്തുകൊണ്ടാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഗതിമാറ്റി ഒഴുക്കിയ ഒരു ചരിത്ര പ്രധാനമായ യുദ്ധമായിരുന്നു, ചരിത്ര സംഭവമായിരുന്നു ബദർ യുദ്ധം. എന്നാൽ ആ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത് എത്ര കാഫിറുകളായിരുന്നു എന്ന് ജഅല മുഹമ്മദ് മൗലിദുകാരൻ ഈ മൗലിദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1000 പേരാണ് കുഫാറുകൾ, അതല്ലെങ്കിൽ ഖുറൈശികൾ ബദറിൽ പങ്കെടുത്തത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ജഅല മുഹമ്മദ് മൗലിദുകാരൻ എഴുതി വെച്ചത് എത്രയെന്നറിയോ? ഇതാ, നിങ്ങൾക്കത് സ്ക്രീനിൽ ശരിക്ക് കാണാം, ഞാൻ വായിക്കാം. ഇത് ഏതിൽ നിന്നാണ് വായിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയാണ്. 151 വക മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതായത് ജഅല മുഹമ്മദ് മൗലിദ് എന്ന പേരിൽ പ്രസിദ്ധമായി സമസ്തക്കാരൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കണ്ടോളി. ഫൻഹസമ 12,000 റജുലിൻ മിനൽ കുഫാരി യൗമ ബദരിൻ. ബദർ നടന്ന ദിവസം അടർക്കളത്തിൽ നിന്ന് 12,000 കുഫാറുകൾ, സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടിയിരിക്കുന്നു എന്നാണ് ഈ മൗലിദ് കിതാബുകാരൻ എഴുതി വെച്ചിട്ടുള്ളത്. ചരിത്രപരമായ മണ്ടത്തരം, പച്ച നുണ, പച്ചക്കളവല്ലേ ഈ എഴുതി വെച്ചിട്ടുള്ളത്? ആലോചിച്ചു. ഇതാണ് മൗലിദ് കിതാബുകളുടെ അവസ്ഥ. ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കും, ഇതൊക്കെ എഴുതിയുണ്ടാക്കുന്ന ആളുകളുടെ ബോധം എത്രയാണ്? ഇത് ചൊല്ലി നടക്കുന്ന ആളുകളുടെ ബോധം എത്രയാണ്? ഇത് ചൊല്ലിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ബോധം എത്രയാണ്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കളവുകളാണ് മൗലിദ് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ കളവ് ഇങ്ങനെ മൗലിദ് കിതാബിൽ വന്നപ്പോ പിന്നെ രക്ഷല്ല. മുജാഹിദുകൾ, സലഫികൾ ഇതിനെ ചോദ്യം ചെയ്യും. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കണമല്ലോ. അപ്പൊ മുസ്ലിയാക്കന്മാര് വേറെ ഒരു കളവും കൂടെ പറഞ്ഞു. എന്താ അവര് പറഞ്ഞതെന്നറിയോ? ഇതാ ഞാൻ വായിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാര് പറയുന്ന ഒരു ന്യായീകരണമാണ്. സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അവർ പറയുന്നത് കേട്ടോളി. പല മൗലിദ് കിതാബുകളിലും വഹാബികൾ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ജഅല മുഹമ്മദ് മൗലിദിൽ തന്നെ ബദറിൽ പങ്കെടുത്ത 12,000 ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നുണ്ട്. 1000 ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പൊ 12,000 പിന്തിരിഞ്ഞോടി എന്നത് ശരിയല്ല എന്ന് ഇവരെന്നെ സമ്മതിക്കാൻ. എന്നാൽ 11 വഹാബിയുടെ വകയാണ്.
ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അതിലെ 11,000 വഹാബികൾ എഴുതി കൂട്ടിയതാണ് എന്നാണ് ഈ മുസ്ലിയാക്കന്മാര് സലഫികളുടെ പേരിൽ കളവ് പറഞ്ഞത്. അപ്പൊ ഇവരുടെ ഈ ആദരിച്ചു കൊണ്ട് നടക്കുന്ന മൗലിദ് കിതാബുകളിലുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് ജനങ്ങൾ പിടിക്കുമ്പോൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു പെരുങ്കളവ് പറയുകയാണ് ആര്? മുസ്ലിയാക്കന്മാര്. അത് സലഫികൾ 11 സലഫികൾ എഴുതിയതാണ്, 1000 ഉള്ളൂ എന്ന്. എന്നാലും മൗലിദ് കിതാബിൽ കളവ് വന്നിട്ടുണ്ട് എന്ന് ഇവര് സമ്മതിക്കൂല. സലഫികളുടെ മേലെ വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയോ? അങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ അതിലേറെ വലിയ കുടുക്കത്തിലേക്കാണ് മുസ്ലിയാക്കന്മാർ പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇവര് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. എന്നാൽ ഈ 12,000-ത്തെയും ഇവര് തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇരു സമസ്തക്കാരും അംഗീകരിക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് കെ സദഖത്തുള്ള മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഫത്താവ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ 12,000-ത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അതാണ് കാണുന്നത്. ചോദ്യം: ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ കാണുന്നു. ബദറിൽ 1000 കാഫിറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 ഓടുന്നത്? സ്വാഭാവികമാണ് ഇങ്ങനൊരു ചോദ്യം വരാലോ. അപ്പൊ എന്താ ഇയാൾ എഴുതിയത്? ഇയാൾ എന്താ പറഞ്ഞത്? അത് വഹാബികൾ കടത്തിക്കൂട്ടിയതാണ് എന്നാണോ പറഞ്ഞത്? അല്ല, സുന്നി വോയിസുകാരൻ അതാണ് പറഞ്ഞത്. എന്നാൽ ഇയാൾ പറയുന്നത് എന്താ? ഉത്തരം: ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. 1000 പേരാണ്, സമ്മതിക്കുന്നു. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നുവെന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയിട്ടായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും, ആകെ 12,000. ഇപ്പൊ എങ്ങനെയുണ്ട് വ്യാഖ്യാനം? നേരത്തെ മുസ്ലിയാക്കന്മാര് പറഞ്ഞത് എന്താണ്? അത് വഹാബികൾ എഴുതി കൂട്ടിയതാണ്, ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞത് ഇവര് തന്നെയാണ്. അപ്പൊ ആ കളവ് പറഞ്ഞപ്പോ ഇവര് കുടുങ്ങിപ്പോയി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവര് തന്നെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഇവരുടെ മുസ്ലിയാരാണ് എന്ത് പറയുന്നത്? അത് കാഫിരിങ്ങൾ 12,000 എന്ന് പറഞ്ഞാൽ പിശാചുക്കളെയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞ എണ്ണമാണ് എന്ന് നോക്കൂ നിങ്ങൾ. അപ്പോ കളവിനെ ന്യായീകരിച്ച് പിന്നെയും മെഴുകുകയാണ്. ഇത് ഇയാൾ മാത്രമല്ല, സദഖത്തുള്ള മുസ്ലിയാർ മാത്രമല്ല, EK വിഭാഗം സമസ്തയുടെ മുഖപത്രമാണ് സുന്നി അഫ്കാർ വാരിക. ആ സുന്നി അഫ്കാർ വാരികയിലും ഇതേ ന്യായീകരണം നടത്തുന്നത് കാണാൻ കഴിയും. നോക്കൂ, ബദറിൽ പങ്കെടുത്ത കാഫിറുകളുടെ എണ്ണം 1000-ആണെന്നല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണുന്നത്. എന്നാൽ ജഅല മുഹമ്മദ് മൗലിദിൽ പ്രവാചകൻ മണ്ണുവാരി എറിഞ്ഞപ്പോൾ 12,000 കാഫിറുകൾ പിന്തിരിഞ്ഞോടി എന്ന് കാണുന്നു. മസ്ഊൽ എന്തു പറയുന്നു? ബദറിൽ പങ്കെടുത്ത കാഫിറുകൾ 1000-ആയിരുന്നു. മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ ഇറങ്ങിയതുപോലെ കാഫിറുകളെ സഹായിക്കാൻ പിശാചുക്കളും ബദറിൽ വന്നിരുന്നു. അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം മൗലിദിൽ 12,000 കാഫിറുകൾ എന്ന് പറഞ്ഞത്. കണ്ടോ, ഇവിടെയും ന്യായീകരിക്കുകയാണ്. ആദ്യം മുസ്ലിയാക്കന്മാര് പറഞ്ഞ നുണയെ ഇവിടെ അത് സെലഫികൾ കടത്തിക്കൂട്ടിയതാണ് എന്നത് ഇവിടെ നിർവീര്യമാകുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ ന്യായീകരിച്ച് അതിനെ എങ്ങനെയെങ്കിലും സത്യപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇത് ഇവിടെ നിൽക്കുന്നില്ല. AP വിഭാഗം സമസ്തയിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പ്രസിദ്ധമായ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫത്താവയിലും ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ, പിന്നെ എങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? ഇതാണ് ചോദ്യം. അതിന് നെല്ലിക്കുത്ത് കൊടുക്കുന്ന മറുപടി കേട്ടോളി. ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണുള്ളത്. ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണുള്ളത്. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000-ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കൾ ഉണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് 12,000 എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ നെല്ലിക്കുത്ത് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, കളവ് പറയാണ് ഒരു വിഭാഗം മുസ്ലിയാക്കന്മാര്, വേറൊരു വിഭാഗം മുസ്ലിയാക്കന്മാര് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? 12,000 കാഫിറുകൾ ഒരിക്കലും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ അതിനെ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പല രൂപത്തിൽ മുജാഹിദുകൾ കടത്തിക്കൂട്ടിയതാന്ന് പറയാ, അതല്ല അത് പിശാചുക്കളെ കൂട്ടിയിട്ടാണെന്ന് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മൗലിദ് കിതാബുകളുടെ അവസ്ഥ. ഇതിപ്പോ ഒരു സാമ്പിൾ, ഒരു ചരിത്രപരമായ മണ്ടത്തരമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്.
വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇനി ഈ മാല മൗലിദുകളിലൊക്കെ അബദ്ധങ്ങളുണ്ട്, സത്യമല്ലാത്തതുണ്ട് എന്ന കാര്യം സലഫികളായ നമ്മൾ പറയുന്നത് ആണെന്നല്ലോ. ഇത് ഇവര് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. AP വിഭാഗം സമസ്തയിലെ ഇവരുടെ എല്ലാ ശിർക്ക് ഖുറാഫാത്തുകളെയും ന്യായീകരിച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ, അലവി തക്കാഫി എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഒരു സംവാദത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്ന് അത് ചർച്ച ചെയ്ത സമയത്ത് മൗലിദ് കിതാബുകളുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ അയാൾ പറഞ്ഞൊരു സത്യമുണ്ട്. ആ സത്യം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. ഇപ്പൊ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? മൗലിദ് കിതാബുകളിൽ സത്യമല്ലാത്തതുണ്ട് എന്ന് ആവർത്തിച്ച് പറയാണ്. അത് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അതിന്റെ തുടർ ഭാഗങ്ങളിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാം, 2004 മർക്കസിൽ നിന്ന് ഈ മൗലിദ് കിതാബ് എഡിറ്റ് ചെയ്ത് 4-5 എണ്ണം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്, അതേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും അംഗീകരിക്കുകയില്ല എന്ന് ഇയാൾ പറയുന്നു. അപ്പൊ ഞാൻ ഈ അലവി സക്കാഫിയോട് ചോദിക്കുന്നത്, ഈ 2004 നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഓതിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ ആളുകൾ ഓതി അതൊക്കെ വിശ്വസിച്ച് നടന്നില്ല, അവരുടെ അവസ്ഥ എന്താണ്? അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളിപ്പോ ഈ 2004 ഇതൊക്കെ എഡിറ്റ് ചെയ്ത്, അതന്നെ 3-4 കിതാബുകൾ, അതിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ്. ഇതൊക്കെ പിൽക്കാലത്ത് ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയതാണല്ലോ, അതല്ലാതെ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തൊന്നും പഠിപ്പിച്ച സംഗതികളല്ലല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണക്കാർ മനസ്സിലാക്കുക, ഇതൊക്കെ വലിയ സംഭവമാണ്. പുണ്യം പ്രതീക്ഷിച്ച് ഇതൊക്കെ കീശയിലിട്ടും മറ്റൊക്കെ ഓതി നടന്ന് മുസ്ലിയാക്കന്മാരെ വിളിച്ച് ചൊല്ലിപ്പിച്ച് അവർക്ക് ക്യാഷും കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ ആദരിക്കേണ്ട സംഗതികളാണോ? നിങ്ങൾ ചിന്തിക്കുക. ഇവർ തന്നെ സമ്മതിക്കുകയാണ് ഇതിലൊന്നും സത്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കിതൊരു അവസരമാണ്. അതിനുവേണ്ടി ഒരു ഉദാഹരണമാണ് ഞാൻ എടുത്തു കാണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.